ഹലോ ഫ്രണ്ട്സ്, ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മിസ്റ്റർ സാൾട്ട് ആൻഡ് പെപ്പർ. എന്താണ് നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും തമ്മിലുള്ള ബന്ധം, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന് എത്രമാത്രം നമ്മുടെ ശരീരത്തെ സ്വാധീനിക്കാൻ പറ്റും? അതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. റാണിയെ ഞാൻ ഇവിടെ കൊണ്ടു നിർത്തിയിരിക്കുന്നത്. ഞാൻ എന്താണ് പറയാൻ പോകുന്നത് റാണിക്ക് അറിയത്തില്ല. എന്താ ഉദ്ദേശിക്കുന്നത് എനിക്ക് കഴിയില്ല. റാണി അറിയത്തില്ല. കാരണം കഴിഞ്ഞ് അവിടെ കിടന്ന് ഉറങ്ങി എഴുന്നേറ്റ് ഇന്ന് എനിക്ക് ഓഫാണ്. ഇനി 2 ദിവസത്തേക്കാണ് ഓഫാണ്. അപ്പൊ എന്നോട് പറഞ്ഞു എനിക്കൊരു ഷൂട്ട് ചെയ്യാണ്ട് നീ വാ, ഒരു ഉടുപ്പിട്ടോട് വരാൻ പറഞ്ഞു. ഓക്കെ, കിട്ടിയ ഉടുപ്പ് ഇട്ടോട് ഞാൻ വന്ന് നിൽക്കവിടെ. പോലെ തന്നെയാണ് ഞാനും. അതെ, നിങ്ങളിൽ നിന്ന് ലൈവായിട്ട് ഒരാളെ പെറുക്കിയെടുത്ത് ഇവിടെ എന്റെ അടുത്ത് അത്രേ ഉള്ളൂ. കാരണം എനിക്ക് വായനാശീലം ഇല്ലാത്തൊരു വ്യക്തിയാണ്. അധികമൊന്നല്ല, ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ വായിക്കാറില്ലെന്ന് തന്നെ വേണം പറയാം. പത്രം ഒന്നും വായിക്കാന്ന് പറയുന്ന കാര്യമൊന്നും രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞാല്. പക്ഷെ ഞാൻ രാഷ്ട്രീയത്തിൽ ഇറക്കിയാലുണ്ടല്ലോ എനിക്ക് തോന്നുന്നു എന്നെ അതിനൊന്നും കൊള്ളുന്ന വ്യക്തിയല്ല. റാണിക്ക് രാഷ്ട്രീയം ഒന്നും ഇഷ്ടമില്ല. ഇപ്പൊ രാഷ്ട്രീയ നേതാക്കന്മാർ ചോദിച്ചാൽ ഇപ്പൊ കേരളത്തിലെ മുഖ്യമന്ത്രി ആരെന്ന് അറിയാവോ? അറിയാം, പിണറായി വിജയൻ. അതറിയാം. ആരാണ് ആഭ്യന്തരമന്ത്രി? അറിയില്ല, എനിക്ക് ആരെയും അറിയത്തില്ല. വിദ്യാഭ്യാസം ചോദിക്കേണ്ട കാര്യമില്ല. പിന്നെ ബാക്കി ആരും അറിയത്തില്ല. പ്രധാനമന്ത്രി എനിക്കറിയാം, മോഡിച്ചേട്ടനാണ്. ആഭ്യന്തരമന്ത്രി അറിയത്തില്ല. ആരാണ്? അമിത്ഷാ ആരാണ്? സത്യം കേട്ടോ. ചിരി വരുന്നതായിരിക്കും ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾ കൈ കടത്തുന്നത്. സുരേഷി, നിന്റെ നാടിനെ പറ്റി നിനക്കൊരു വിവരം വേണം. സുരേഷൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സുരേഷ് അച്ചാച്ചി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 പത്രം 10ഉം അരച്ച് കലക്കി കുടിക്കുന്നവരാണ് സുരേഷ്. അങ്ങനത്തെ ആൾക്കാരാണ്. അപ്പൊ പിന്നെ ഈ രാഷ്ട്രീയത്തെ പറ്റി ഒന്നും റാണിക്ക് യാതൊരു താല്പര്യമില്ല. അതാണ് അതിനത്തെ കാര്യം. വിവരം എന്ന് പറയുന്നത് താല്പര്യമില്ല. അത് മാത്രമല്ല, എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഒരു പ്രാവശ്യം പോലും നാട്ടിൽ വോട്ട് ചെയ്തിട്ടില്ല. കേട്ടില്ലേ? നെവർ. ഓക്കെ. പക്ഷേ നമ്മളെന്തെങ്കിലും രാഷ്ട്രീയക്കാരുടെ ഇതുപോലെ അഴിമതിയുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ അങ്ങ് റാണിക്ക് അങ്ങ് ആവേശം കയറും, തിളച്ചു കയറുന്നതാണ്. എന്നാലും പറയും ഞാൻ നാട്ടിൽ പോയിട്ട് ഞാൻ അവിടെ മത്സരിച്ച് ഞാൻ ജയിക്കും, എന്നിട്ട് ഞാൻ ഇങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങ് ആവേശം കൊണ്ട് കത്തി കയറുന്നതാണ്. പക്ഷേ ഉണ്ടല്ലോ, ഇതൊന്നും നിങ്ങൾ ഒരു പേഴ്സണൽ പോലെ എടുക്കരുത്. എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ, നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോഴല്ലോ ഞാനിവിടെ നിന്നുകൊണ്ട് എനിക്കറിയത്തില്ല. എനിക്ക് അങ്ങനത്തെ കേൾക്കാതിരിക്കുന്നതിനാണ് ഒരു പക്ഷെ എന്റെ പ്ലസ് പോയിന്റ് അത് കേൾക്കാതിരിക്കുന്നത്. കാരണം നെഗറ്റീവ് തിങ്സ് ഞാൻ കേൾക്കാറില്ല, എനിക്ക് ഇഷ്ടമില്ല നെഗറ്റീവ്. എന്താ പറയുക? ഓക്കെ, നമ്മുടെ സബ്ജക്റ്റിൽ നിന്ന് ഒത്തിരി വിട്ടു. ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് തന്നെയാണ് എത്രമാത്രം നെഗറ്റീവ് തിങ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞാണ് എത്രമാത്രം നമ്മുടെ നെഗറ്റീവ് തിങ്സ്, പോസിറ്റീവ് തിങ്സ്, ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നമ്മുടെ മനസ്സിന്റെ അത്തരം ചിന്തകൾക്ക് നമ്മുടെ ശരീരത്ത് എത്രമാത്രം സ്വാധീനം ചെലുത്താൻ സാധിക്കും എന്നതാണ്. അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ വായിച്ച ഒരു ബുക്കിന്റെ അകത്തുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഇതിന്റെ അകത്തുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നേരത്തെ നമ്മുടെ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ്, മറ്റൊന്നിനെ പറ്റിയല്ല. പ്ലാസിബോ എഫക്റ്റ്, അതിനെപ്പറ്റി നമ്മൾ നേരത്തെ സംസാരിച്ചാണ്. വാക്സിന്റെ എഫിക്കസി ടെസ്റ്റ് ചെയ്യുന്ന കേസിൽ ഈ പ്ലാസിബോ നമ്മൾക്ക് ടെസ്റ്റിങ്ങിന് കൊടുക്കുന്നതും അപ്പം അങ്ങനെ ആളുകൾക്ക് ഉണ്ടാകുന്ന പ്ലാസിബോ എഫക്റ്റിനെ പറ്റിയൊക്കെ നമ്മൾ ചെറുതായിട്ട് സംസാരിച്ചിരുന്നു. ശരിക്കും പ്ലാസിബോ എന്ന് പറഞ്ഞാൽ ഫേക്ക് മെഡിസിൻ ആണ്. അതായത് മെഡിസിൻ പോലെ തന്നെ തോന്നിക്കുന്ന ഒരു സാധനം, നമ്മുടെ ശരീരത്ത് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുത്താൻ പറ്റാത്ത ഒരു സാധനമാണ് പ്ലാസിബോ. ഈ പ്ലാസിബോ സാധാരണ ഉപയോഗിക്കുന്നത് ഈ മരുന്നിന്റെയൊക്കെ ടെസ്റ്റിംഗ് പർപ്പസിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അതെ, മരുന്ന് തന്നെയല്ല, മരുന്ന്, മെഡിക്കൽ പ്രൊസീജിയേഴ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ടെസ്റ്റിംഗ്, വാക്സിന്റെ ഒക്കെ എഫിക്കസി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ പ്ലാസിബോസ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ വാക്സിന്റെ ടെസ്റ്റിംഗ് എങ്ങനെ നടക്കുന്നു ആ വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകും. അപ്പൊ നമ്മൾ വാക്സിന്റെ എഫിക്കസി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ആളുകളെ 2 ഗ്രൂപ്പായിട്ട് തിരിക്കും. ഒരു ഗ്രൂപ്പിന് പ്രോപ്പർ ആയിട്ടുള്ള വാക്സിൻ കുത്തിവെക്കും, മറ്റേ ഗ്രൂപ്പിന് ഈ പറഞ്ഞ പ്ലാസിബോ കുത്തിവെക്കും. പ്ലാസിബോ എന്ന് പറഞ്ഞാൽ സ്റ്റെറൈൽ വാട്ടർ ആകാം. പക്ഷെ കുത്തിവെക്കുന്നവർ വിചാരിക്കും എനിക്ക് കുത്തിയിരിക്കുന്നത് വാക്സിനാന്ന് വിചാരിക്കും. 2 കൂട്ടരോടും പറയത്തില്ല. അപ്പം എന്നിട്ട് ഈ 2 ഗ്രൂപ്പിനും വരുന്ന മാറ്റങ്ങൾ ഇവര് താരതമ്യം ചെയ്ത് നോക്കും. അപ്പൊ അങ്ങനെ താരതമ്യം ചെയ്യുമ്പോൾ മാത്രമേ എത്രമാത്രം മരുന്നിന്റെ ആ ഗുണം കൊണ്ട് മാറ്റം വന്നുവെന്നും അതല്ലാതെ സ്വാഭാവികമായ ഞാൻ ഈ പറഞ്ഞ പ്ലാസിബോ എഫക്റ്റ് കൊണ്ട് വരുന്ന മാറ്റവും അറിയാൻ പറ്റത്തുള്ളൂ. എന്താണ് ഈ പ്ലാസിബോ എഫക്റ്റ് എന്ന് ചോദിച്ചാല് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മൈൻഡ് നമ്മുടെ ശരീരത്തിൽ ചെലുത്തുന്ന സ്വാധീനമാണ്. അതായത് പ്ലാസിബോ എടുക്കുന്ന ആൾക്ക് അറിയത്തില്ല ഇത് റിയൽ ആണോ ഫേക്ക് ആണോ എന്ന്. അപ്പം എനിക്ക് പ്ലാസിബോ കുത്തിവെക്കുന്നെങ്കിൽ ഞാൻ കരുതുന്നത് എനിക്ക് റിയൽ മെഡിസിനാ കുത്തിവെച്ചത്, എനിക്ക് വാക്സിനാണ് കുത്തിവെച്ചതെന്നാണ് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പൊ ആ വിശ്വാസം കൊണ്ട് തന്നെ എന്റെ ശരീരത്ത്
മാറ്റങ്ങൾ സംഭവിക്കും എന്നത് പ്രൂവ് ചെയ്ത കാര്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാല് മനസ്സിന്റെ ആ ഒരു ഫീൽ ഇത് വെറുതെ പറയുന്ന കാര്യമല്ല. നിങ്ങൾക്ക് പ്ലാസിബോ എന്ന് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഇതിനെപ്പറ്റിയുള്ള ധാരാളം എക്സ്പെരിമെന്റ്സ് നടന്നിട്ടുണ്ട്. അതായത് ഇപ്പം നിങ്ങൾ ഒരു മരുന്ന്, നിങ്ങൾക്ക് ഇപ്പൊ ഒരു പെയിൻ ഉണ്ടെന്ന് വിചാരിക്കുക, ഒരു തലവേദനയോ മൈഗ്രെയിനോ എന്ത് പെയിനും ആയിക്കോട്ടെ, നിങ്ങള് ഡോക്ടറുടെ അടുത്ത് ചെല്ലുമ്പോഴത്തേക്കും ഡോക്ടർ നിങ്ങൾക്ക് ഒരു മരുന്ന് തരികയാണ്. ആ മരുന്ന് വന്നിട്ട് പറയാണ് ഇത് സ്ട്രോങ് ആയിട്ടുള്ള പെയിൻ കില്ലർ ആണ് എന്ന് പറയാം. പക്ഷെ ആ മരുന്ന് ആക്ച്വലി ഒന്നും ആയിരിക്കത്തില്ല. ചിലപ്പോ ഒരു എന്താ പറയുക, ഒരു ഷുഗർ പിൽസ് ആയിരിക്കും, ഒന്നും ആയിരിക്കത്തില്ല. പക്ഷെ നിങ്ങൾ കഴിക്കുന്നത് ഇത് സ്ട്രോങ് ആയിട്ടുള്ള പെയിൻ കില്ലർ ആണെന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ കഴിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ പെയിൻ റിലീഫ് കിട്ടും. അങ്ങനെ ധാരാളം എക്സ്പെരിമെന്റ്സ് നടന്നിട്ടുണ്ട്. അവിടെ നമ്മൾ വെറുതെ പറയുന്നതല്ല. അപ്പൊ അതിനൊരു ഉദാഹരണം ഞാൻ പറയാൻ വേണമെങ്കിൽ, എന്താണ്, ഹോസ്പിറ്റലുകളില് ഞാനത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. എന്നെ പോലെ തന്നെ പല നേഴ്സുമാരും ഒരുപക്ഷെ അറിയാവുന്നതായിരിക്കും. ചില പേഷ്യൻസ് ഉണ്ട്, നിങ്ങൾക്ക് അറിയാലോ, ഇപ്പൊ എനിക്ക് അപ്പടി വേദനയാണ്, നമ്മൾ മരുന്ന് കൊടുക്കാവുന്നതിന്റെ മാക്സിമം കൊടുക്കും. നമ്മൾ മോർഫിൻ കൊടുത്തു, അത് കൊടുത്തു, ഇത് കൊടുത്തു, ഭയങ്കര സ്ട്രോങ്ങർ ആയിട്ടുള്ള മെഡിക്കേഷൻ കൊടുക്കും. എന്നാലും ഒരു സാറ്റിസ്ഫൈഡ് അല്ല. അടുത്ത 10 മിനിറ്റ്സിൽ വന്നിട്ട് വീണ്ടും പറയും അത് കിട്ടുന്നിടം വരേക്കും നമുക്ക് തലവേദനയാ, എനിക്ക് മരുന്ന് കിട്ടിയില്ല, മരുന്ന് എനിക്ക് എന്തെങ്കിലും പെയിൻ, എനിക്ക് ഭയങ്കര വേദന, എനിക്ക് ഇരിക്കാൻ വയ്യ, ഭയങ്കരമായിട്ടായിരിക്കും അവർ കിടന്നുകൊണ്ട് പറയുന്നത്, ഭയങ്കരമായിട്ട്. അപ്പോഴത്തേക്ക് അവസാനം നമ്മൾ ഡോക്ടർ വിളിക്കും, ഡോക്ടേഴ്സ് സഹിഡ്. അപ്പൊ പറയും 10 ml സ്റ്റെറൈൽ വാട്ടർ അല്ലെങ്കിൽ ഫ്ലഷ് കൊടുക്കാൻ പറയും നമ്മളോട്, ഇഞ്ചക്ഷൻ ആയിട്ടൊക്കെ. അപ്പൊ അവര് വിശ്വസിക്കും. അവര് പിന്നെ ഒരു വേദനയുടെ ഒരു കാര്യം പറയത്തില്ല. നമ്മൾ ഇത്ര മാത്രം പറയാറുണ്ട്, നല്ല സ്ട്രോങ്ങർ മെഡിസിൻ ആണ്, എനിക്ക് ഇതുവരെ കിട്ടിയില്ല, നല്ല സ്ട്രോങ്ങർ ആയിട്ടൊരു പെയിൻ റിലീഫ് ആണ് എന്ന് പറയും, കൊടുക്കും. ജസ്റ്റ് സ്റ്റെറൈൽ വാട്ടർ ആയിരിക്കും അല്ലെങ്കിൽ ജസ്റ്റ് സലൈൻ ആയിരിക്കും കൊടുക്കുന്നത്. ഒരു പ്രശ്നം ആ രാത്രിയിൽ ഉണ്ടാകും. അപ്പൊ അത് നമ്മുടെ മനസ്സിന്റെ ബോധ്യങ്ങള്, അല്ലെങ്കിൽ നമ്മൾ എന്താണോ നമ്മൾ ചിന്തിക്കുന്നത്, എന്താണോ നമ്മൾ ഉറച്ച് വിശ്വസിക്കുന്നത്, ആ കാര്യങ്ങള് നമ്മുടെ ശരീരത്ത് സംഭവിക്കുക എന്നുള്ളത് 100% സത്യമായ ഒരു കാര്യമാണ്. അപ്പൊ നമ്മുടെ വിശ്വാസങ്ങൾക്കൊക്കെ എന്താ പറയണത്, ബലമുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവുമല്ലോ, അല്ലെ? സത്യമാണ്. ഇതുപോലെ തന്നെ വിശ്വസിപ്പിക്കാൻ നമ്മളിപ്പോ ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു കാര്യം ചെയ്യുമ്പോൾ പറയാം, എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റും, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റത്തില്ല, ഞാൻ എപ്പോഴേ ഗിവപ്പ് ചെയ്ത പോലെയാ, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല, ഇല്ല എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പറയുമ്പോൾ നമ്മളൊരു ഉണർവാണ് നമ്മൾ വരുന്നത്, അല്ലെ? നമ്മുടെ മനസ്സുണ്ട്, അത് ചെയ്യും, നമ്മൾ ചെയ്യും അത് എന്ന് പറയുന്ന ഒരു. ഇത് കൂടുതലായിട്ട് നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നത് ഈ പെയിന്റെ കാര്യത്തില്, അതുപോലെ സ്ട്രെസ്സിന്റെ കാര്യത്തില്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ മാറ്റം നന്നായിട്ട് അനുഭവിക്കാൻ പറ്റും. പക്ഷെ ഇതുകൊണ്ട് ഈ പ്ലാസിബോ എഫക്ട് കൊണ്ട് ഒരു രോഗം പൂർണ്ണമായിട്ടും ഹീലാകും എന്ന കാര്യത്തെ പറ്റി യാതൊരു ഉറപ്പുമില്ല. അങ്ങനെ ഹീലാവും എന്ന് പറയുന്നില്ല. അല്ല, അങ്ങനെ അല്ല ഹീലാവും എന്ന് പറയുന്നത്. പക്ഷെ അതിന്റെ സിംറ്റംസിനെ ലഘൂകരിക്കാനും കൺട്രോൾ ചെയ്യാനും ഒരുപക്ഷെ ഹീലിംഗ് നമുക്കറിയത്തില്ല. പക്ഷെ ഹീലിംഗ് എന്ന് പറയുന്നില്ല. പക്ഷെ ഉറപ്പായിട്ടും അതിന്റെ സിംറ്റംസിനെ, പ്രത്യേകിച്ചും ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ പെയിൻസ്, ഡിപ്രഷന്, നമ്മുടെ മൂഡ്, നല്ല മൂഡ് ക്രിയേറ്റ് ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് വളരെ പോസിറ്റീവായി മാറ്റങ്ങൾ കൊണ്ടുവരാൻ നമ്മുടെ ചിന്തകൾക്ക് സാധിക്കും, നമ്മുടെ ബോധ്യങ്ങൾക്ക് സാധിക്കും. അത് പറയുമ്പോൾ ഞാൻ 1-2 കാര്യം പറയുമ്പോൾ ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞു, ഞാൻ ഇപ്പൊ കേൾക്കുന്ന കാര്യങ്ങൾ ഞാൻ ഇപ്പൊ പെട്ടെന്ന് വരുന്ന ഞങ്ങൾ പറയുന്നതേ ഉള്ളൂ. ഇപ്പം ക്യാൻസർ പേഷ്യൻസ് ആണെങ്കിലും അല്ലെങ്കിൽ ഡിപ്രഷൻ, ഈ 2 കാര്യത്തെ പറ്റി ഞാനൊന്ന് പറയാം. കാരണം ഇപ്പൊ ഒത്തിരി പേര് അങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണല്ലോ, ഒത്തിരി പേര് സഫർ ചെയ്യുന്നുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ. ഇപ്പൊ ക്യാൻസറിനെ പറ്റി പറയുമ്പോഴേക്ക് ചിലര് ഭയങ്കര ബോൾഡ് ആണ്. അപ്പൊ ഡോക്ടേഴ്സ്, ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ നോക്കിയ ഒരു പേഷ്യന്റ് കാര്യം വെച്ച് ഞാൻ ജസ്റ്റ് നിങ്ങളോടൊന്ന് പറയാണ്. ഡോക്ടർ രോഗിയോട് പറഞ്ഞു, നീ 2 മാസത്തിൽ കൂടി ജീവിച്ചിരിക്കുന്നില്ല, എനിക്ക് ക്യാൻസർ ആണെന്ന് പറഞ്ഞു. അബൌട്ട് ഒരു 70 വയസ്സ് അങ്ങനെ പറഞ്ഞു, ക്യാൻസർ ആയതുകൊണ്ട് തന്നെ. നമ്മുടെ ആൾക്കാർ എല്ലാവരുടെയും കാര്യമല്ല ഞാൻ പറയുന്നത്, ചിലരെന്തെങ്കിലും ഒരു കൊച്ചു കാര്യം കേൾക്കുമ്പോഴേ പോയി, പക്ഷെ ഞാൻ ആയിരിക്കാം ഭയങ്കരമായിട്ട് അങ്ങ് ഡൗൺ ആവും. ഓ ഞാൻ പോയി, നമ്മൾ തന്നെ ഗിവപ്പ് ചെയ്യും. ഓ ഞാൻ പോയി, ഇനിയിപ്പോ എന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി, എന്നെ കൊണ്ട് വരും. പക്ഷെ ചിലർ പറഞ്ഞാൽ ഇങ്ങോട്ട് വാ, കാണട്ടെ, വരുന്നിടത്ത് കാണട്ടെ, അങ്ങനെ പറഞ്ഞ് സ്ട്രോങ് ആയിട്ട് നമ്മുടെ മനസ്സിൽ എനിക്കൊന്നും വരാൻ പറ്റത്തില്ല, നീ ഇങ്ങോട്ട് വാ എന്നുള്ള രീതിയിൽ നിൽക്കുന്നവരാണെങ്കിൽ അവർ നന്നായിട്ട് പിന്നെ 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 മുന്നോട്ട് പോകും. നമ്മുടെ മനസ്സിന് ധൈര്യം. ഇപ്പൊ ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ എങ്ങോട്ടൊരു പെങ്കച്ചിനെ പറ്റി, ഞാൻ പേരും കാര്യങ്ങളൊന്നും പറയുന്നില്ല, ഒരു ഇംഗ്ലീഷ് ഇവിടുത്തെ ഒരു പുള്ളിക്കാരിയാണ്, എന്നോട് വർക്ക് ചെയ്താണ്. വർക്ക് ചെയ്ത കൊച്ചിന്റെ സിസ്റ്ററോ ഫ്രണ്ടോ അങ്ങനെ, ഞാൻ എന്തായാലും ക്ലിയർ ആയിട്ടൊന്നും പറയുന്നില്ല. ആൾക്ക് ഇതുപോലെ തന്നെ ക്യാൻസർ ആദ്യം വന്നു, തലയിലാണ് വന്നത്. അത് കഴിഞ്ഞ് ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തു. പിന്നെ 1-2 വർഷം കഴിഞ്ഞപ്പോൾ അടുത്തത് പട്ടാന്ന് 2 വന്നു വീണ്ടും. കാരണം അവിടെ തന്നെ മാറി മാറി ഏരിയയിൽ വരുന്നു, ശരീരത്തെ കാണാൻ. പുള്ളിക്കാർ പറഞ്ഞ അപ്പാ ഇനി ഇങ്ങോട്ട് വാ. കാരണം നമ്മളൊക്കെ എന്ന് വെച്ചാൽ അങ്ങ് ഡൗൺ ആയിപ്പോ പുള്ളിക്കാർ പറയാം. വേറെ വളരെ യങ്ങാണ് പുള്ളിക്കാരി, early 30s നിൽക്കുന്ന ഒരാളാണ്. എനിക്ക് ഒരു പേടിയില്ല, എന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പുള്ളിക്കാർ പറഞ്ഞത്. ആ ഒരു ബോൾഡ്നെസ് അത് നമ്മളെ കൂടുതൽ നടത്തും. ചിലപ്പോ നമ്മുടെ പ്രായമുള്ള, നമ്മുടെ
ചില അപ്പച്ചന്മാരുണ്ട് നമ്മുടെ അല്ലെ പപ്പാമാരൊക്കെ പ്രായത്തിലുള്ള ചിലർ ഭയങ്കര ബോൾഡ്, എന്ത് അസുഖം വന്നാലും എനിക്കൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞിരിക്കുന്നവരുണ്ട്. ഈ ഇംഗ്ലീഷുകാരുടെ കാര്യത്തിൽ എനിക്ക് തോന്നിക്കുന്നതാണ് ഭയങ്കര ബോൾഡാണ്, എന്ത് വന്നാലും ഫേസ് ചെയ്യും, ചിരിച്ചുകൊണ്ട് ഫേസ് ചെയ്യും. നമ്മുടെ ആളുകളെക്കാളും ഭയങ്കര ആ കാര്യത്തിൽ കേട്ടോ. അതെ, ഇപ്പൊ ആരെങ്കിലും വീട്ടിൽ ഇപ്പൊ മരിച്ചു പോയെങ്കിൽ പോലും ഇപ്പം ഹസ്ബൻഡ് മരിച്ചു അല്ല മക്കള് മരിച്ചില്ല, അവരപ്പം കരയത്തില്ലെന്നല്ല, പക്ഷെങ്കിൽ ഒരു ഭയങ്കര ബോൾഡായിട്ട് നിൽക്കും. എനിക്കറിയത്തില്ല ഇതെങ്ങനെ പറ്റുകയെന്ന്, നമ്മുടെ ആൾക്കാർക്ക് പറ്റത്ത ഒരു കാര്യമാണ്. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ, സോറി, പിന്നെ ഡിപ്രഷന്റെ കാര്യം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഫേസ്ബുക്കിൽ ഇട്ടായിരുന്നു. അപ്പൊ ഒത്തിരി പേര് എനിക്ക് ആ നമ്പർ എന്താണ് എനിക്ക് സംസാരിക്കണം എന്നുണ്ട്. ഞാനിപ്പോ അതിലൂടെ കടന്നുപോയി. ഞാൻ 10 വർഷമായിട്ട് മരുന്ന് കഴിക്കുന്നുണ്ട്. എനിക്കറിയാവുന്ന അടുത്ത സുഹൃത്തുക്കൾക്ക് ഡിപ്രഷൻ ഉള്ളവരുണ്ട്, ഒരുപാട് വർഷങ്ങളോളമായിട്ട് മരുന്ന് കഴിക്കുന്നവരുണ്ട്. കുറയും, വീണ്ടും കയറി വരും. അപ്പം ഇവരുടെ മനസ്സിൽ എപ്പോഴും ഒരു ഫിയർ കിടക്കുവാണ്, എനിക്കിനി നാളെ വരുമോ, ഇന്ന് ഓക്കെ ആയിരിക്കും, എല്ലാം ഓക്കെ ആയിരിക്കും, ഇനി നാളെ ഇനി വരുമോ, ആ ഒരു ചിന്ത, ഒരു പേടി അവരുണ്ട്. ആ പേടി പോവാന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല, നമുക്ക് പറയാൻ എളുപ്പമാണ്, പക്ഷെ അവരെ അറിയത്തില്ല, സഫർ ചെയ്യുന്നവർക്ക് മാത്രം അറിയത്തില്ല എത്രമാത്രം ഹാർഡാന്നുള്ളത്. ഇപ്പൊ ഞാൻ തിരിച്ച് ചിന്തിക്കുകയാണ്, ഞാൻ എന്റെ ഒരു അനുഭവത്തിലേക്ക് ഞാൻ പോവുകയാണ്. ഞാൻ പോകുമ്പോഴേക്ക് നമുക്ക് ഡെലിവറി കഴിയുമ്പോഴേക്ക് ചിലർക്ക് ഡിപ്രഷൻ പോലെ ഉണ്ടാവാറുണ്ട്, മൂഡ് ചേഞ്ചസ്, അങ്ങനെയൊക്കെ എനിക്ക് അറിയത്തില്ലേ. ചിലർക്ക് ഹോർമോണൽ ചേഞ്ചിന്റെ സമയങ്ങളൊക്കെ വരുമ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. എനിക്ക് ജീവിതത്തിൽ എന്ന് പറയുമ്പോഴേക്ക് എനിക്ക് 1-2 വലിയ വലിയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ബ്രദർ മരിച്ചുപോയി, അതുപോലെ തന്നെ എനിക്ക് എന്റെ ഒരു ഉറ്റ ഫ്രണ്ട് മരിച്ചുപോയി. ഇതെല്ലാം എനിക്ക് ഭയങ്കര ഷോക്കായിട്ട് വർഷങ്ങളോളം കിടന്നൊരു കാര്യമുണ്ട്. ഞാൻ തന്നെ ഇരുന്നൊരു സമയത്ത് ഞാൻ ഒത്തിരി അധികം ഫീൽ ചെയ്തൊരു സമയമുണ്ട്. ഇപ്പൊ ഞാൻ വളരെ ഡൗൺ ആയി പോകും, എനിക്ക് പേടി തോന്നിയ അവസരങ്ങളുണ്ട്. ഓരോ മനുഷ്യന്റെ ചിന്തകളാണ്, കാരണം ഞാൻ അത്രയ്ക്കും വീക്കായിരുന്നു എന്റെ മനസ്സുകൊണ്ട്. അപ്പൊ ഇങ്ങനെ ഇരിക്കുമ്പോഴേക്ക് ഞാൻ ഇച്ചിരി ഇതായിട്ട് ഞാൻ പറയുകയാണ്, ഞാൻ ബൈബിളിൽ അഭയം തേടി. ഒരു ദിവസം പെട്ടെന്ന് നിന്ന നിപ്പില് എനിക്ക് ബൈബിൾ വായിക്കണം തോന്നി. അപ്പൊ ഞാൻ ഇങ്ങനെ ബൈബിൾ വായിക്കും. അപ്പൊ എനിക്ക് എവിടുന്നോ കിട്ടിയൊരു എനർജി, അല്ലെങ്കിൽ ഞാൻ ഡൗൺ ആയിട്ടിരിക്കുമ്പോഴേക്കും ഞാൻ മ്യൂസിക് കേട്ടിട്ട് കേട്ടോ സുരക്ഷ, അപ്പൊ എനിക്ക് വല്ലാത്തൊരു എനർജി. നമുക്ക് ഇഷ്ടമുള്ള കാര്യത്തിലേക്ക് നമ്മളെ തിരിച്ചു വിടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പവർ, അത് വലിയൊരു കാര്യമാണ്. പിന്നെ ഞാൻ ചെയ്തൊരു കാര്യം എന്നറിയാമോ, ഇങ്ങനെ ഡൗൺ ആവുന്ന പോലെ എന്റെ ഉള്ളിന്റെ ഉള്ളിൽ തോന്നുമ്പോൾ ഞാൻ പറയും, ഞാൻ എന്തായാലും ഞാൻ വിട്ടുകൊടുക്കത്തില്ല, ഞാൻ നെഗറ്റീവിന് എന്നെ വിട്ടുകൊടുക്കത്തില്ല. അപ്പോ നിനക്ക് എന്റെ മേലെ അധികാരം ഇല്ല എന്നുള്ള രീതിയിലാണ് ഞാൻ പറയുന്നത്. നെഗറ്റീവ് സ്പിരിറ്റ് ഒരു രക്ഷയില്ല. നോ, ഐ വിൽ ബി സ്ട്രോങ്, ഐ വിൽ ബി സ്ട്രോങ്. എന്റെ മനസ്സുകൊണ്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും ഐ ക്യാൻ ബി സ്ട്രോങ് എന്നുള്ള രീതിയിൽ ഞാൻ എന്റെ മനസ്സിനെ ബോധ്യപ്പെടുത്തും. അപ്പൊ എവിടുത്തെ ഇല്ലാത്തൊരു എനർജിയാണ് പിന്നെ ഇങ്ങോട്ട് വരുന്നത്. അത് നമ്മുടെ പവറാണ്. അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ഉള്ളിലുള്ള പവർ എത്രമാത്രം ഉണ്ടെന്ന് നമുക്ക് അറിയത്തില്ല, അല്ലെ? അതെ, നമ്മളിൽ തന്നെ ഉണ്ട്. നമുക്കുള്ള എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം നമ്മളിൽ തന്നെ ഉണ്ട്. പക്ഷെ നമ്മൾ പുറത്താണ് പോകുന്നത്, കാരണം നമ്മൾ ബലഹീനരാണ്. അതെ, തീർച്ചയായിട്ടും. അപ്പം ഒരു മനസ്സിന്റെ പവർ എത്രമാത്രം ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് പോസിറ്റീവായ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ പലപ്പോഴും നമ്മൾ പരാജയപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. പക്ഷെ അത് ഉപയോഗിക്കാൻ പറ്റും എന്ന കാര്യം 100% സത്യമായ കാര്യമാണ്. ധാരാളം എക്സ്പെരിമെന്റ്സ് നടത്തിയിട്ടുണ്ട്. ഇതുപോലെ തന്നെയുള്ള ഒരു കാര്യത്തിലെ പറ്റി ഇനിയും പറയുന്നത്. കാരണം നമ്മളിപ്പോ പറഞ്ഞ കാര്യം പ്ലാസിബോ എഫക്റ്റിനെ പറ്റിയാണ്. അത് നമ്മുടെ മനസ്സിലുള്ള പോസിറ്റീവായ ചിന്തകൾ നമുക്ക് പോസിറ്റീവായ ഫലം തരുന്നു എന്നാണ് പറഞ്ഞത്. ഇതിന് നേരെ ഓപ്പോസിറ്റ് ഒരു സൈഡ് ഉണ്ട്, നോസിബോ എന്നുള്ള സൈഡ്. നോസിബോ എഫക്ട് എന്ന് പറയും അതിന്. അത് നെഗറ്റീവ് തിങ്സ് നമ്മളെ നെഗറ്റീവായിട്ട് ബാധിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മളൊരു മരുന്ന് കഴിക്കുകയെന്ന് വിചാരിച്ചു, അത് മരുന്നിന്റെ കാര്യത്തിന് എടുക്കാം. അപ്പൊ നമുക്ക് പെട്ടെന്ന് കമ്പയർ ചെയ്യാൻ പറ്റുമല്ലോ. ഈ മരുന്ന് കഴിക്കുമ്പോഴത്തേക്കും സാധാരണഗതിക്ക് ഡോക്ടർമാർ പറയും എല്ലാ മരുന്നിനും സൈഡ് എഫക്ട് ഉണ്ട്, ഇല്ലാത്ത സൈഡ് എഫക്ട് ഇല്ലാത്ത മരുന്നുകളുണ്ടോ? ഇല്ല. അപ്പം ഡോക്ടർ അവരുടെ ആ ഒരു ക്ലിനിക്കൽ എത്തിക്സ് വെച്ച് പറയും, നിങ്ങൾ ഈ മരുന്ന് കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പം തലവേദന ഉണ്ടാവും, ഛർദ്ദിക്കാൻ വരാൻ സാധ്യതയുണ്ട്, ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും ടയർഡ്നെസ് ഉണ്ടാവും. ഇതിങ്ങനെ പറയുമ്പോൾ ഇത് നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് സ്ട്രൈക്ക് ആവും. അപ്പം നമ്മൾ എന്താ വിചാരിക്കണം, നമ്മൾ പിന്നെ നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് അത് വന്നു കഴിഞ്ഞു. പിന്നെ നമ്മൾ എപ്പോഴും അറിയണമെന്നില്ല, ആ മരുന്ന് കഴിക്കുമ്പോൾ നമുക്കത് ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ 100% പേരിലല്ല, നല്ലൊരു ശതമാനം പേരിലും ആ ഒരു അറിവ് കിട്ടി ഒറ്റ കാരണത്താല് അങ്ങനത്തെ ഒരു സംഭവം നടന്നിരിക്കും. ഇത് നമ്മുടെ ധാരാളം എക്സ്പെരിമെന്റ് നടത്തി പ്രൂവൺ ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ വായിച്ച ബുക്കില് ധാരാളം എക്സ്പെരിമെന്റ്സ് ഉണ്ട്. ഞാൻ അതിനെപ്പറ്റി ഞാൻ 1-2 പറയാം. പക്ഷെ ഇത് 100% സത്യമായ കാര്യമാണ്. പക്ഷെ ആ ഒരു ക്ലിനിക്കൽ എത്തിക്സ് വെച്ച് ഡോക്ടർക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല, അല്ലെ? അവർക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. പക്ഷെ കേട്ട് കഴിയുമ്പോൾ അത് എനിക്ക് വരത്തില്ല, അല്ലെങ്കിൽ ഇത് എനിക്കുള്ളതല്ല, എന്നെ ബാധിക്കത്തില്ല എന്ന രീതിയിൽ പോസിറ്റീവായിട്ട് എടുക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഒരു കാര്യം കൂടി പറയാം, നമ്മളിപ്പോ വാക്സിൻ ഒക്കെ എടുക്കാൻ പോകുന്ന സമയല്ലേ, അപ്പൊ വാക്സിൻ എടുക്കുമ്പോഴത്തേക്ക് എല്ലാവരും പറയും വാക്സിൻ എടുത്തിട്ട് എന്താ പറഞ്ഞ പനി ഉണ്ടാവുന്നുണ്ടോ, തലവേദനയുണ്ടോ, ഛർദ്ദിക്കാൻ, ഇങ്ങനത്തെ പറയും. അപ്പം കൂട്ടത്തിലുള്ള ഒരാൾ പറയുമായിരിക്കും എനിക്ക് വന്നു കേട്ടോ, എനിക്ക് തീരെ മേലായിരുന്നു കേട്ടോ, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അതെല്ലാം നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പൊ നാളെ വാക്സിൻ എടുക്കാൻ പോകുന്ന ആളുകളാണെങ്കിലും നമ്മൾ കുറച്ച് വിശ്വസിക്കുക, ഈ വാക്സിൻ എടുത്തത് കൊണ്ട് എനിക്ക് യാതൊരു സൈഡ് എഫക്റ്റും വരില്ല എന്ന് പൂർണ്ണമായിട്ട് നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ, ഞാൻ വെറുതെ പറയുന്നതല്ല,
അത് സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്. നിങ്ങൾക്ക് യാതൊന്നും സംഭവിക്കത്തില്ല. അതെ, നമ്മുടെ മനസ്സിനെ നമ്മള് എന്താ പറയുന്നേ, ധൈര്യപ്പെടുത്തുക, നമ്മളെ വിശ്വസിപ്പിക്കുക, നമ്മുടെ മനസ്സ് ബ്രെയിനെ ബോധിപ്പിക്കുക. നമ്മുടെ മനസ്സിൽ എന്ത് പറഞ്ഞാലും സിഗ്നല് അല്ലെ അവിടെ തന്നെ നിൽക്കുവാണ്. ഇന്നത് എനിക്കിപ്പോ വേദന വരുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ മനസ്സിനോട് പറയുമ്പോ ആ മനസ്സിൽ ഇത് ഏറ്റവും കൂടുതൽ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നത് പെയിന്റെ കാര്യത്തിലായിരിക്കും. അതെ, തീർച്ചയായും. അതെ, പിന്നെ പെയിന്റെ കാര്യത്തിലായിരിക്കും അനുഭവിക്കാൻ പറ്റുന്നത്. ഞാനൊരു എക്സ്പെരിമെന്റ് പറയാം. നീ വല്ലതും പറയാൻ വേണ്ടി വന്നാണോ? എന്തോ പറയാൻ വന്നായിരുന്നു, കിളി പോയി. ഞാൻ ഇതിനെപ്പറ്റി നടത്തിയ ഒരു എക്സ്പെരിമെന്റ് പറയാം. ഒരു ഡോക്ടർ, ഞാൻ ഈ പറഞ്ഞ പുസ്തകത്തിൽ വിവരിക്കുന്ന കാര്യമാണ്. അവർ എക്സ്പെരിമെന്റ് നടത്തി. എക്സ്പെരിമെന്റ് നടത്തുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിനെ വിളിച്ചിട്ട് അവരോട് പറഞ്ഞു, നിങ്ങളുടെ കൈയ്യ് ഐസ് കോൾഡ് വാട്ടറിൽ മുക്കി വെക്കാൻ പറഞ്ഞു. അതായത് പെയിൻ വരുത്താൻ വേണ്ടി. അതാണ് എന്താ പറഞ്ഞ, ശരിക്കും പറഞ്ഞാൽ വലിയ ശരീരത്തിന് കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിൽ ശരീരത്തിലേക്ക് പെയിൻ ഇൻഡ്യൂസ് ചെയ്യുന്ന ഒരു മാർഗമാണ്. അപ്പം ഫ്രീസിങ് വാട്ടറിലേക്ക് നിങ്ങൾക്ക് പറ്റുന്ന സമയത്തോളം നിങ്ങളുടെ ഈ കൈ മുക്കി വെക്കാൻ പറഞ്ഞു. ആ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് കുറെ നേരം അവർക്ക് പറ്റുന്ന രീതിയിൽ എല്ലാവരും ഈ കൈ ആ വെള്ളത്തിൽ മുക്കി വെച്ചിരുന്നു. ആ എക്സ്പെരിമെന്റ് ഒന്നാം ഘട്ടം അവസാനിച്ചു. രണ്ടാമത് അവരോട് പറഞ്ഞു, അവർക്കൊരു മെഡിസിൻ കൊടുത്തു. ഈ പറഞ്ഞ നമ്മൾ നേരത്തെ പറഞ്ഞ പ്ലാസിബോ, അതായത് പ്രത്യേകിച്ച് യാതൊരു ഗുണവും നമ്മുടെ ശരീരത്തിൽ വരുത്താത്ത ഒരു മെഡിസിൻ അവർക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് സ്ട്രോങ് ആയിട്ടുള്ള പെയിൻ കില്ലർ ആണ്. ആ കൂട്ടത്തിൽ തന്നെ പറഞ്ഞു, ഇത് സൈഡ് എഫക്റ്റ് ഉള്ള സാധനമാണ്. ചിലർക്ക് ഇത് ഛർദ്ദിക്കാൻ വരും, ചിലർക്ക് തലകറക്കം വരാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ പറഞ്ഞിട്ട് അവർക്ക് കൊടുത്തു. സെയിം എക്സ്പെരിമെന്റ് സെയിം ആൾക്കാർക്ക് പിന്നെയും റിപ്പീറ്റ് ചെയ്തപ്പോഴത്തേക്കും അതിൽ വന്ന് മാറ്റം എന്ന് പറഞ്ഞാല്, കുറെ ആളുകള് ആദ്യം കൈമുക്കി പിടിച്ചതിനേക്കാളും കൂടുതൽ നേരം അവർ കൈമുക്കി പിടിച്ചു. അതായത് അവിടെ പ്ലാസിബോ എഫക്ട് വർക്ക് ചെയ്തു, വിശ്വസിപ്പിച്ചു. സാധനം ഒന്നുമല്ലായിരുന്നു, പക്ഷെ അത് വർക്ക് ചെയ്തു, കുത്തിപ്പിടിച്ചു. പക്ഷേ എക്സ്പെരിമെന്റ് തുടങ്ങി കുറച്ച് കഴിയുന്നതിന് മുമ്പ് തന്നെ പല ആളുകളും വിഡ്രോ ചെയ്തു. അവർക്ക് ഛർദ്ദിക്കാൻ വരുന്നു എന്ന് പറഞ്ഞിട്ട് അവരെ എക്സ്പെരിമെന്റിൽ നിന്ന് വിഡ്രോ ചെയ്തു എന്ന് ആ ഡോക്ടർ അതിന്റെ ബുക്കിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യം പറഞ്ഞേ. അതാണ് നോസിബോ എഫക്ട്. അതായത് 2 ഇൻഫർമേഷൻ കൊടുത്തു, പോസിറ്റീവ് കൊടുത്തു, നെഗറ്റീവ് കൊടുത്തു. എന്നിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിനെ വേണ്ടപ്പോൾ കുറച്ച് ആളുകൾക്ക് സ്ട്രൈക്ക് ചെയ്തത് പോസിറ്റീവ് ആണ്. അവർക്ക് അതിന്റെ ഫലം കാണിച്ചു, അവർ കൂടുതൽ നേരം കൈ മുക്കി വെക്കാൻ പറ്റി. ചിലർക്ക് സ്ട്രൈക്ക് ചെയ്തത് ഇതിന്റെ നെഗറ്റീവ് ആണ്, എനിക്ക് തലകറക്കം വരും, ഛർദ്ദിക്കാൻ വരും എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നു. അവർക്ക് അത് തന്നെ. ഈ ഛർദ്ദിക്കാൻ വരുന്നു എന്ന് പറഞ്ഞാല് വെറുതെ പറയുകയല്ല, അവർ ശരിക്കും ഛർദ്ദിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കും ഇവർക്ക് തോന്നിയതല്ല. അവരുടെ ആ തോന്നല് ശരിക്കും എന്താ പറഞ്ഞ, ഫിസിക്കലായിട്ട് തന്നെ അവർക്ക് ഛർദിയായിട്ട് മാറി. അവർ ഛർദ്ദിക്കാൻ, വൊമിറ്റ് ചെയ്യാൻ തുടങ്ങി. ഇതുപോലെ തന്നെയാണ് നമ്മളോട് പറയുന്ന ഓരോരോ കാര്യങ്ങളും. ശരിക്കും പറഞ്ഞാൽ ഇത് മനസ്സിനെ നമ്മൾ വിശ്വസിപ്പിച്ച് കഴിയുമ്പോൾ എന്തും നമുക്ക് സംഭവിക്കുന്നു എന്നുള്ളത് നമ്മുടെ മനസ്സ് അതുമായിട്ട് അങ്ങ് ഇതാവും. ഞാനിപ്പോ ഒരു പ്രഗ്നന്റ് ആയിട്ട് വരുന്ന ഒരാള്, ജസ്റ്റ് പ്രഗ്നൻസി, ഏർലി സ്റ്റേജ് ഓഫ് പ്രഗ്നൻസിയിലൊക്കെ നമുക്ക് സിക്നസും കാര്യങ്ങളുണ്ട്. പ്രഗ്നന്റ് ആവുമ്പോഴേക്ക് നമുക്ക് സിക്നസ് ഉണ്ടാകുമായിരിക്കും. എല്ലാരും ചോദിക്കും, ഛർദ്ദിലുണ്ടോ, തലകറക്കമുണ്ടോ? അപ്പൊ ഛർദ്ദിക്കാൻ ഇരിക്കാത്ത ആള് ഒരുപക്ഷെ എല്ലാവരുടെയും കാര്യം അല്ല പറഞ്ഞ് ഇത് എടുത്തിട്ട് നമ്മൾ ഈ പറയുന്ന കാര്യം ഒരു കാര്യവും 100% പേരുടെ കാര്യമല്ല. ചുമ്മാതെ പറയുന്നു, നമ്മൾ പറയുന്നു, ചുമ്മാതെ പറയുന്നതല്ല, റിയലായ കാര്യമാണ്. അതിന്റെ അകത്ത് എക്സെപ്ഷൻസ് കാണും, പക്ഷെ പൊതുവായി പറയുന്ന കാര്യം, ആരെയും പർട്ടിക്കുലർ ആയിട്ട് പറയുന്ന ഒരു കാര്യമല്ല. അത് പറയുമ്പോൾ ഒരു കാര്യം പറയുമ്പോൾ എനിക്ക് ഇച്ചിരി കൂടെ ഒരു ഇത് വരും. നമ്മൾ എപ്പോഴും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന, അല്ലെ നമ്മൾ കുറച്ച് പേരൊക്കെ കണ്ടേക്കുന്ന ഒരു കാര്യം. ഇപ്പൊ ഞങ്ങളുടെ സ്വന്തം അമ്മച്ചിയുടെ അടുത്തേക്ക് നമുക്കത് പോവാം. അമ്മച്ചി വീഡിയോ കാണുമ്പോ എന്നെ എടുത്തിട്ട് അലക്കല്ലേ. ഞങ്ങളൊരു 2 വർഷം മുന്നേ, ഇപ്പൊ 2 വർഷമായ നാട്ടിൽ പോറായിട്ട്, ഓക്കെ, അപ്പൊ 2 വർഷം മുന്നേ, 3 വർഷമായി തോന്നുന്നു. 3 വർഷങ്ങൾക്ക് മുന്നേ ഞങ്ങൾ നാട്ടിൽ ചെന്ന സമയത്ത്, ഞങ്ങൾ നാട്ടിൽ ചെല്ലുമ്പോൾ തന്നെ അമ്മച്ചി ഹോസ്പിറ്റലാണ്, സുരേഷിന്റെ അമ്മച്ചി. അപ്പൊ അമ്മച്ചിക്ക് യൂറിൻ പോകാനുള്ള പ്രശ്നം, യൂറിൻ ഇൻഫെക്ഷന്റെ പ്രശ്നങ്ങളൊക്കെയാണ്. അപ്പോൾ എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാല് അന്ന് കാത്തറ്ററൊക്കെ ഇട്ടു, മരുന്നൊക്കെ കൊടുത്തു, എല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ കൊണ്ടുവരിക. അപ്പൊ അമ്മയെ കൊണ്ടുവന്ന് ഞങ്ങളുടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ തന്നെയാണ്, ചത്തിപ്പുഴ ഹോസ്പിറ്റൽ, നമ്മുടെ വീടിനടുത്താണല്ലോ. അപ്പോൾ അമ്മയെ കാണിച്ചുകൊണ്ടിരുന്ന വേറൊരു ഹോസ്പിറ്റലാണ്. ഏത് ഹോസ്പിറ്റലാണ്? പക്ഷേ കോട്ടയത്ത് മെഡിക്കൽ ട്രസ്റ്റിലാണ് അമ്മയെ കാണിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇതെന്ന് വെച്ചാൽ നമുക്ക് എളുപ്പം വീട്ടിലോട്ട് 5 മിനിറ്റ് തൊട്ടടുത്ത് പോരാൻ, പെട്ടെന്ന് വരാം. അപ്പൊ അമ്മയെ ഇവിടെ കാണിച്ചു, നല്ല കെയറും കിട്ടി. അമ്മ വീട്ടിൽ പോന്നു. ഞങ്ങൾ ചെന്നാണ് ഇവിടുത്തെ എയർപോർട്ടിൽ ചെല്ലുന്നത്. നമ്മള് അമ്മച്ചിയെ ചെന്ന് ഞാൻ പറഞ്ഞു ഞങ്ങൾ ഡിസ്ചാർജ് വാങ്ങിച്ചു. സോഡിയം കുറവാന്ന് പറഞ്ഞ് കുത്തിയിട്ടിരിക്കുക. പക്ഷെ നീ എന്താ പറഞ്ഞത്, സോഡിയം വെറുതെ ഒന്നുമില്ലായിരുന്നു. സോഡിയം അതിനിപ്പോ ഹോസ്പിറ്റലിൽ പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ ചെന്നു. ഞാൻ ഡോക്ടറെ കാത്തറ്റർ മാറ്റിക്കോ, കുഴപ്പമില്ല, ഞാൻ നേഴ്സാണ്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഒന്നെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട് കൊണ്ടുവരാന്നൊക്കെ പറഞ്ഞിട്ട് അവർ അപ്പം തന്നെ ഡിസ്ചാർജ് ചെയ്യുന്നുണ്ട്. നല്ല ഡോക്ടറായിരുന്നു. വീട്ടിൽ വിട്ടെങ്കിലും അമ്മച്ചിയുടെ മനസ്സിൽ ഇങ്ങനെ തേക്കവാ. ബിക്കോസ് അമ്മ എപ്പോഴും യൂസ് ടു ആയിരിക്കുന്ന ആ ഒരു മെഡിക്കൽ ട്രസ്റ്റ്, അമ്മച്ചിയുടെ മനസ്സിൽ കിടക്കുന്നത് മെഡിക്കൽ ട്രസ്റ്റാ.
അപ്പൊ ഞങ്ങളുടെ അച്ചാച്ചി എന്ന് പറയുന്ന ആളെന്ന് വെച്ചാൽ കുറച്ച് നല്ല ജോക്കാണ്, അല്ല എന്താ പറയുക, ഒരു രസികനാണ് ഞങ്ങളുടെ അച്ചാച്ചി. അപ്പൊ അച്ചാച്ചി ഇടയ്ക്ക് കൊച്ച നോക്കിക്കേ, അമ്മച്ചിക്കാണെങ്കിൽ ഇപ്പോഴും മനസ്സൊരു പ്രസാദം, എനിക്കൊന്ന് മെഡിക്കൽ ട്രസ്റ്റ് ആണെന്ന് തോന്നുന്നു മനസ്സിൽ കിടക്കുന്നത്. അപ്പൊ വീണ്ടും അമ്മച്ചി പറഞ്ഞു എനിക്ക് വീണ്ടും പ്രശ്നങ്ങളാണ്, എനിക്ക് അങ്ങോട്ട് ഒരു സുഖമില്ല കൊച്ചെ, ഇങ്ങനെ എന്നോട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറഞ്ഞാൽ പിന്നെ അമ്മച്ചിയുടെ വിഷമം നമുക്ക് തീർക്കാം. 2 ദിവസത്തോടെ ഞങ്ങൾ അമ്മച്ചിയും കൊണ്ട് മെഡിക്കൽ ട്രസ്റ്റിൽ പോയി. അപ്പൊ ഞങ്ങളെ ചെറുതിന് വേണ്ടി അമ്മച്ചി ഒരു 3 ദിവസം 4 ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. ഓക്കെ, അപ്പൊ അതിനുശേഷം 2 ദിവസം കഴിഞ്ഞപ്പോ അമ്മച്ചി ഇങ്ങനെ പറയുന്നത് കേട്ടിട്ട് ഓക്കെ അമ്മച്ചി കൊണ്ട് പോയാൽ എനിക്ക് ഇപ്പോഴും യൂറിനൊന്നും പോകുന്നില്ല, ശരിക്കും യൂറിൻ പോകുന്നില്ല എന്നുള്ള പ്രശ്നം അമ്മച്ചി പറഞ്ഞു. ഞങ്ങൾ അമ്മച്ചി എടുത്തോണ്ട് ഇവിടെ പോയി മെഡിക്കൽ ട്രസ്റ്റ്, കോട്ടയം മെഡിക്കൽ ട്രസ്റ്റ് ചെന്നു. അവിടെ ചെന്നു അമ്മച്ചിയുടെ ഹിസ്റ്ററീസ് എല്ലാം കണ്ടു. ഓക്കെ, എവറിത്തിങ് ഓക്കെ, ബ്ലഡ് റിസൾട്ടും കാര്യങ്ങളും അവർ ഇവിടുന്ന് തന്നെ ഈ ഡോക്ടർ തന്ന ഡിസ്ചാർജ് ലെറ്ററും എല്ലാം ഞങ്ങൾ അവിടെ കാണിച്ചു. ഇപ്പൊ ഡോക്ടർ ഇതിന്റെ ഒന്നും ആവശ്യമില്ല, മരുന്നിന്റെ ഒന്നും ആവശ്യമില്ല, ഷീസ് അബ്സല്യൂട്ട്ലി ഫൈൻ എന്നൊക്കെ പറഞ്ഞു. പുള്ളിക്കാരൻ എന്നോട് സംസാരിച്ചു. ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, ആ മെഡിക്കൽ ട്രസ്റ്റിലെ ഡോക്ടർ എന്നിട്ട് പറഞ്ഞു അമ്മച്ചിക്ക് ഒരു പ്രശ്നമില്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വന്നാൽ മതി, എല്ലാം നോർമലാണ് എന്ന് പറഞ്ഞു. ആ ഒരു വാക്ക് മാത്രം അമ്മച്ചിക്ക് മതിയായിരുന്നു. അമ്മച്ചി അന്ന് വീട്ടിൽ വന്നു, പിന്നെ അടുക്കളയിലൂടെ നടക്കുന്നു, പിന്നെ ആൾ വേറെ ആളാ, കുക്ക് ചെയ്യുന്നു, ഞങ്ങൾക്കെല്ലാം ഉണ്ടാക്കി തരുന്നു, പിന്നെ ആ ഒരു പ്രശ്നം ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. അച്ചാച്ചി എന്നെ നോക്കിട്ട് ഇടയ്ക്കിടയ്ക്ക് കണ്ണ് കഴിക്കും, കണ്ട കണ്ട കണ്ട. ഞാനിത് പറഞ്ഞു കഴിയുമ്പോഴേക്കട്ടല്ലോ, ഈ വീഡിയോ കണ്ടു കഴിയുമ്പോഴേക്കിട്ട് അച്ചാച്ചിക്ക് സുഖമായി, എനിക്ക് സുഖം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ മനസ്സിന്റെ ആയിരുന്നു. പിന്നെ ഒരു പ്രശ്നം പറഞ്ഞപ്പോൾ ഒരു മരുന്ന് പോലും കൊടുത്തില്ല അതിന്റെ പേരില്. അതെ, അപ്പൊ നമ്മൾക്ക് കഴിക്കുന്ന മരുന്ന് മാത്രമല്ല, നമ്മൾ ചെല്ലുന്ന ഹോസ്പിറ്റല്, ഡോക്ടർ, ഇതെല്ലാം നമ്മുടെ ഈ പറഞ്ഞ ഈ പ്ലാസിബോ എഫക്റ്റിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകള്, നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇത് നമുക്ക് നോസിവോ എഫക്റ്റ് ആയിട്ട് വരും. അപ്പം ശരിക്കും പറഞ്ഞാല് നമ്മുടെ മനസ്സ് എപ്പോഴും പോസിറ്റീവായിട്ട് വെക്കുക, തീർച്ചയായിട്ടും അതിന്റെ ഗുണങ്ങൾ നമുക്കുണ്ടാകും. അതെ, നമ്മളെല്ലാവരും എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളാണ്. അപ്പൊ നമ്മുടെ മനസ്സിനെ ധൈര്യപ്പെടുത്തുക. എന്തെങ്കിലും മുന്നിൽ നിന്ന് വരുമ്പോഴേ പറയണം ഇതൊന്നും എനിക്ക് വരാൻ പോകുന്നില്ല. ഒരു പനി അല്ലെങ്കിൽ ഒരു ഇഞ്ചക്ഷൻ എടുത്ത് കഴിയുമ്പോൾ എനിക്കിതൊന്നും വരാൻ പോകുന്നില്ല, എനിക്ക് അങ്ങനത്തെ സൈഡ് എഫക്റ്റും കാര്യങ്ങളൊന്നും ഇല്ല, അല്ലെങ്കിൽ ഇന്ന അസുഖം വന്നേക്കാം, അതായിരിക്കും, ഇല്ലാന്ന് നമ്മുടെ മനസ്സിനെ ബോധ്യപ്പെടുത്തുക. എപ്പോഴും പറയുക എനിക്ക് ഒരു പ്രശ്നങ്ങളും ഇല്ല, ഞാൻ ഓക്കെയാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പൊ ഇന്റർവ്യൂവിന് പോകുന്നതിനോ ഇതൊന്നും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ ഡൗൺ ആയിപ്പോ, ഇല്ലില്ല എനിക്കിത് ചെയ്തേ പറ്റത്തുള്ളൂ. നമ്മുടെ മനസ്സിനെ പോസിറ്റീവ് കൊടുത്തോണ്ടിരിക്കുക, പോസിറ്റീവ് എനർജി കൊടുത്തോണ്ടിരിക്കുക. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിനുള്ളിൽ പറയുക. ആ ഒരു പോസിറ്റീവ് എനർജിനെ അങ്ങോട്ട് എന്താ പറയുന്നത്, പെട്രോൾ പമ്പിൽ ചെന്ന് പെട്രോൾ അടിച്ച് ഫ്യൂവൽ ചെയ്ത് എനർജി ആക്കുന്ന പോലെ നമ്മുടെ ബോഡി നമ്മളെ എനർജി, നമ്മുടെ ബ്രെയിനെ നമ്മള് അങ്ങനെ മാറ്റുക. ബ്രെയിൻ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ബോഡിക്ക് വേണ്ട ഹീലിംഗ് തിങ്സ് ബ്രെയിൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്യും. അത് പറഞ്ഞപ്പോ ഒരു കാര്യം എനിക്ക് പറയണം, ഞാൻ പറഞ്ഞു ഞാൻ മടുത്തു. സുരേഷിന്റെ കാര്യത്തിൽ തന്നെ പറയാം. സുരേഷ് നല്ല വണ്ണമുള്ള ഒരു വ്യക്തിയായിരുന്നു. സുരേഷ് അതിന് ശേഷം പല കാര്യങ്ങളും ചെയ്തിട്ടൊന്നും വലിയായിട്ട് കുറഞ്ഞില്ല. പിന്നെയാണ് കാർബ്സ് എല്ലാം കുറച്ചു, ചോറ് കുറച്ചു, പിന്നെ വെജിറ്റബിൾ അങ്ങനെയൊക്കെ വന്നാണ് സുരേഷ് ഈ ഒരു അവസ്ഥയിൽ നിൽക്കുന്നത്. ഒരു 10-12 കിലോ സുരേഷ് ഓൾറെഡി കുറഞ്ഞൊരു വ്യക്തിയാണ്. ഫോട്ടോ കണ്ട എങ്ങനെ ഇരിക്കും. ഞാൻ പറയാൻ വന്നതെന്ന് വെച്ചാൽ കുറച്ച് നാളൊക്കെ മുന്നേ സുരേഷ് ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഞാൻ എന്റെ ബ്രെയിനെ ചീറ്റ് ചെയ്യുവാന്ന്. ആ ഒരു കാര്യം ഇവിടെ നന്നായിട്ട് വർക്ക് ഒന്ന് പറഞ്ഞ എന്താണ്? അല്ല അതെന്താണെന്നറിയാവോ, ഞാൻ ആ കാര്യം പറയാൻ വന്ന കേട്ടോ, പക്ഷെ മറന്നു പോയതും പറഞ്ഞാൽ എന്റെ നിർത്തി പറയാനുണ്ടായില്ലേ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഡയറ്റ് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ നമ്മളെ സംബന്ധിച്ച്, മലയാളികളെ സംബന്ധിച്ച് നമുക്ക് പ്രത്യേകിച്ചുള്ള പ്രശ്നമാണ് ഡയറ്റിന്റെ അകത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ചോറ് ഒഴിവാക്കുന്ന കാര്യത്തെ പറ്റി ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇത് ശരിക്കും പറഞ്ഞാല് നമ്മുടെ ബ്രെയിനിന്റെ കുഴപ്പമാണ്. നമുക്ക് അത് ഇപ്പം ഞാൻ നേരത്തെ ഈ നമ്മള് വൈകുന്നേരം നന്നായിട്ട് അത്താഴം കഴിച്ചിട്ടാണ് കിടക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഈ ചോറിനെ പറ്റി കേട്ടിട്ട് നമുക്ക് ചോറ് ഒഴിവാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പം വൈകുന്നേരത്തെ അത്താഴം സ്കിപ്പ് ചെയ്തിട്ട് നമ്മൾ ചപ്പാത്തി കഴിച്ചിട്ടൊക്കെ കിടക്കാൻ വേണ്ടി പോകും. പക്ഷെ കിടക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ഒരു 12 മണി 1 മണി ഒക്കെ ആകുമ്പോഴത്തേക്ക് അസഹനീയമായ വിശപ്പാണ്, ഭയങ്കര വിശപ്പ്. വിശപ്പെന്ന് പറഞ്ഞാൽ ഫേക്ക് അല്ല, തോന്നലല്ല, ശരിക്കും വിശപ്പാ. അപ്പൊ ആ സമയത്ത് വന്നാൽ നമ്മൾ 1 കിലോ അരിയുടെ ചോറ് കഴിക്കും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമുക്ക് അതിന്റെ ആവശ്യമുണ്ടോ? നമ്മൾ കഴിക്കേണ്ടത് കഴിച്ചു, നമ്മൾ ഫിസിക്കലായിട്ട് യാതൊന്നും ചെയ്യുന്നില്ല, നമ്മൾ ഉറങ്ങുക ചെയ്യുന്നത്, എങ്കിൽ പോലും നമുക്ക് വിശപ്പ് വരുന്നു. ഈ വിശപ്പ് എവിടെ നിന്ന് വരുന്നു? നമ്മുടെ ബ്രെയിൻ അവിടെ പറയുന്നു എനിക്ക് ഇന്നലെ കിട്ടിയ സാധനം അല്ലെ കഴിഞ്ഞ ദിവസം കിട്ടുന്ന സാധനം ഇന്നെനിക്ക് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബ്രെയിൻ ഉണ്ടാക്കുന്ന പ്രശ്നമാണ് നമുക്ക് ഉണ്ടാക്കുന്ന ഈ വിശപ്പ്. അപ്പൊ നമുക്ക് ഡയറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ബ്രെയിനെ നമ്മൾ ചീറ്റ് ചെയ്യണം. എന്താ വെച്ചാൽ ഇപ്പൊ സാധാരണ എനിക്ക് പറയുകയാണെങ്കിൽ നമ്മളിപ്പോ ചോറ് കഴിക്കുമ്പോൾ ചോറിന്റെ അളവ് കുറയ്ക്കാൻ പറയും. അപ്പൊ ചോറിന്റെ അളവ് കുറയ്ക്കുക എന്നുള്ളത് എങ്ങനെ കുറയ്ക്കും? നമ്മൾ എങ്ങനെ ബ്രെയിനെ ചീറ്റ് ചെയ്യും എന്ന് വെച്ചാല് നമ്മൾ കൂടുതൽ സമയം എടുത്ത് കുറേശ്ശെ ചോറ് കഴിക്കുക, കുറേശ്ശെ ചോറ് കൂടുതൽ സമയം കൊണ്ട് കഴിക്കുക. അല്ലാതെ സാധാരണ നിങ്ങള് 10 മിനിറ്റ് എടുത്താണ് ചോറ് കഴിക്കുന്നതെങ്കിൽ അതേ 10 മിനിറ്റ് എടുത്ത് തന്നെ ഈ കുറഞ്ഞ ക്വാണ്ടിറ്റി ചോറ് കഴിക്കുക.
അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് ഒരു തോട്ട് പോകും, എനിക്ക് ഇനഫായിട്ട് എത്ര നേരമായിട്ട് നിന്നോണ്ടിരിക്കും. അത് വീണ്ടും വരുന്നത് എന്റെ തലയില്. ഓക്കെ, ഞാൻ എന്താ കൊണ്ട് തോറ്റു. ഞാൻ ഇതുപോലെയാണ് ചില സമയത്ത്. ഞാൻ ഇപ്പോഴത്തെ കാര്യമില്ല, ഇപ്പോഴാണെങ്കിൽ ഞാൻ എന്റെ മനസ്സുകൊണ്ട് ഞാൻ എന്നോട് പറയാറുണ്ട്. എനിക്കറിയാം ചിലർ ഓർക്കുന്നത് എന്നാ പൊട്ടത്രയും പറയുന്നത്. ചിലപ്പോൾ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് എനിക്ക് അധികം ഉറങ്ങാൻ പറ്റത്തില്ല. ഉറങ്ങുന്ന ഇഷ്ടമൊക്കെയാണ്, അധികം ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥകളുണ്ട്. അപ്പൊ ഞാൻ എന്റെ മനസ്സിലോട് ഞാൻ എത്ര നേരമായി ഞാൻ ഉറങ്ങാൻ തുടങ്ങിയിട്ട് അങ്ങനെ ചിരിക്കും. ഞാൻ ശരി ഞാൻ ഒത്തിരി നേരം ഉറങ്ങിയില്ലോ എന്ന് ഓർക്കുമ്പോഴേക്കും ഞാൻ മനസ്സുകൊണ്ട് പറയും. എന്റെ മനസ്സിന് ബ്രെയിനെ ചീറ്റ് ചെയ്യാറുണ്ട്. ഞാൻ ഒത്തിരി നേരം ഉറങ്ങിയില്ല, ചിലപ്പോൾ 2-3 മണിക്കൂർ ഉറങ്ങിയിട്ടുണ്ടാക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് എവിടെ നില്ലാത്തൊരു എനർജി എനിക്ക് വരാറുണ്ട്. പക്ഷെ ചിലപ്പോൾ ഇന്നത്തെ ദിവസം ഉറങ്ങി പോലും എനിക്കൊന്നും അന്നത്തെ ദിവസം ഒരു പരിവാണ്. സുരേഷ് പറഞ്ഞ ഈ കാര്യത്തിൽ എന്റെ ചാനലിന് ഉത്തരവാദിത്തമില്ല കേട്ടോ. കാര്യത്തിൽ ചോറിന്റെ കാര്യത്തിൽ ഞാൻ അതെ, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പരീക്ഷിച്ച കാര്യങ്ങളും കാര്യങ്ങളാണ്. അല്ല, അതിന്റെ സൈഡ് എഫക്ട് ഒന്നും എനിക്കറിയില്ല. ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങിക്കാന്ന്. അതെ, അല്ല ഞാൻ പറയാം, ഞാൻ എന്റെ മനസ്സിനെ ചീറ്റാന്ന് വെച്ചാല് അപ്പൊ എനിക്ക് കിട്ടുന്ന ഒരു എനർജിയാണ് ഉദ്ദേശിച്ചത്. എന്റെ ക്ഷീണം അവിടെ തന്നെ ഉണ്ടാവായിരിക്കും. പക്ഷെങ്കിൽ ഞാൻ എന്റെ മനസ്സിനെ വിശ്വസിപ്പിക്കാം ഞാൻ ഒത്തിരി നേരം ഉറങ്ങിയാണ്. അപ്പൊ എനിക്ക് വല്ലാത്തൊരു എനർജി. ഇപ്പൊ സുരേഷ് ഫുഡിന്റെ കാര്യം പറയുമ്പോൾ ഞാനും സുരേഷ് ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ വന്നിരിക്കുമ്പോൾ സുരേഷിനും ചോറ് കൊടുത്തോണ്ടായിരിക്കും ഞാനിവിടെ വന്നിരുന്ന് വെട്ടി വിടുന്നത്. അപ്പൊ സുരേഷ് കഴിക്കുന്ന സ്പീഡിൽ ഞാൻ തിന്നിട്ട് എഴുന്നേറ്റ് പോവുകയും ചെയ്യും. അതിന് എനിക്ക് ശരീരത്തിൽ ഇപ്പൊ കാണാനുണ്ട്. പക്ഷെ സുരേഷ് എന്ന് പറയുമ്പോണ്ടല്ലോ നുള്ളി ടി വി ഒക്കെ ഉണ്ട്, നുള്ളിയിരിക്കും. ഞാൻ എഴുന്നേറ്റ് പോയി 5 മിനിറ്റ് കഴിഞ്ഞാൽ സുരേഷ് നുള്ളിക്കൊണ്ടിരിക്കുക. അപ്പൊ സുരേഷ് ശരിയാ പറയുന്നത്. അല്ല, ഇപ്പൊ എനിക്ക് കുഴപ്പമില്ല. ഇപ്പൊ എനിക്ക് കുറച്ച് കഴിച്ചാലും ഞാൻ ഓക്കെയാണ്. എനിക്ക് ഇങ്ങനെ വിശപ്പ് വരാറില്ല. പക്ഷെ അങ്ങനെ വിശപ്പ് വരുന്നവരെ ഇങ്ങനെ ചെയ്യുക, നിങ്ങൾ കൂടുതൽ സമയം എടുത്ത് കഴിക്കാൻ ശ്രമിക്കുക. ഇപ്പൊ എനിക്ക് ചോറിനോട് അങ്ങനെ ആക്രാന്തമൊന്നുമില്ല. പിന്നെ നല്ല കറികളൊക്കെ വരുമ്പോഴത്തെ കറിയാണ് നമ്മളെ പഴിപ്പിക്കുന്നത്. സാഹചര്യങ്ങളാണല്ലോ നീതിമാനെ ആക്കുന്നത് എന്ന് പറഞ്ഞാല്. ഇപ്പൊ നല്ല കറികളൊക്കെ ആണെങ്കിൽ കുറച്ച് കഴിക്കും എന്നല്ലാതെ എങ്കിൽ പോലും കറി കൂടുതൽ കഴിക്കാൻ ശ്രമിക്കുക. അപ്പൊ ഡയറ്റ് ചെയ്യുന്നവര് ശ്രദ്ധിക്കുക. പെട്ടെന്ന് കടന്നു പോകുന്ന ഒരു വിഷയമാണ്. അല്ല, അത് നമുക്ക് പെട്ടെന്ന് ചിന്തിക്കാൻ ഈസി ആയിട്ട് മെത്തേഡായിട്ട് പറഞ്ഞതാണ്. കാരണം നമ്മുടെ ബ്രെയിനെ അവിടെ ചീറ്റ് ചെയ്യുന്ന സുരേഷ് പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ എന്റെ എക്സ്പീരിയൻസ് വെച്ചാണ് ഞാൻ പറഞ്ഞു, ചുമ്മാ പറയാൻ വേണ്ടി പറഞ്ഞല്ല. ശരിക്കും ഞാൻ അങ്ങനെ ചിന്തിച്ച കാലങ്ങളും ഉണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നു. മനസ്സിൽ പറയും എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അങ്ങനെ പോസിറ്റീവ് ആക്കാൻ ശ്രമിക്കുന്ന രീതികളാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നമ്മുടെ ബ്രെയിൻ ഓർക്കും ശരിയാണല്ലോ എന്ന്. കാരണം നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ഒക്കെ മെമ്മറി പോലെ, കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ പോലെ നമ്മുടെ ബ്രെയിൻ ആണല്ലോ ഇത്. അല്ല, ഞാൻ പറഞ്ഞ ശരിയാണോ? ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും കറക്റ്റ് ഉണ്ടോ? അല്ല, എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിനെ വിശ്വസിപ്പിക്കുക, അത്രേ ഉള്ളൂ. നമ്മൾ ഒത്തിരി സമയമായിട്ട് നിങ്ങള് മറക്കാതിരിക്കുക. നമ്മുടെ പ്ലാസിബോ എഫക്ട് ആൻഡ് നോസിബോ എഫക്ട് കൂടുതൽ അറിയണമെന്ന് ആഗ്രഹമുള്ളവർ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. ലോട്ട്സ് ഓഫ് ഇൻഫർമേഷൻസ് അതിനകത്തുണ്ട്. നമ്മുടെ മനസ്സ് എത്രമാത്രം ആരോഗ്യമുള്ളതാണോ അതേ ആരോഗ്യമായിരിക്കും നമുക്ക് ശരീരത്തിൽ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നത്. അപ്പം ഇത് അറിഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ നമ്മുടെ മനസ്സിനെ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാനും സന്തോഷത്തോടെ ഇരിക്കാനും സാധിക്കും. അതിന്റെ ഗുണം നമുക്ക് നമ്മുടെ ശരീരത്തിലും നമ്മുടെ ജീവിതത്തിലും അനുഭവിക്കാൻ സാധിക്കും. അപ്പം അല്ലെ, അപ്പം എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക. എല്ലാവരും അതുപോലെ തന്നെ ഇതിനെപ്പറ്റി അറിയാവുന്നവര്, ഇതുപോലെ അനുഭവിച്ചിട്ടുള്ളവര്, ഇത് എക്സ്പീരിയൻസ് ചെയ്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്താൽ മറ്റുള്ളവർക്ക് അറിയാൻ പറ്റും. കമന്റ് ചെയ്യുക. അതെ, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക കേട്ടോ. അപ്പം ഇനിയും ഇവിടെ നിർത്തിയാൽ ശരിയാകത്തില്ല. അപ്പോൾ നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു. നല്ലൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.